അസ്സലാമലൈക്കും മോൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ഒരു പഴംപൊരിയുടെ ടേസ്റ്റിലാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പം ഈ രീതിക്ക് ഉണ്ടാക്കി നോക്കിയാൽ ആർക്കും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരുടെ പരാതിയാണ് പഴംപൊരി ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല, വീർത്തിരുണ്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനായിട്ട് ഇതാ ഒരു കപ്പ് മൈദാമാവാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് ദോശമാവാണ്. നമ്മൾ രാവിലെയൊക്കെ ദോശക്കോ ഇഡ്ഡലിക്കൊക്കെ മാവ് അരച്ച് വെക്കുമല്ലോ, അതിൽ നിന്നും ഒരു 2-3 ടേബിൾ സ്പൂണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാണെങ്കിൽ അങ്ങനെ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ മധുരത്തിൻ്റെ ബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കറുത്ത എള്ള്. നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എല്ലാം കൂടിയിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ ഇത് കലക്കിയെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ചിലപ്പോൾ വെള്ളം കൂടി പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ആദ്യം മിക്സാക്കി കൊടുക്കുന്നത്. പിന്നെ ഈ വെള്ളം എടുക്കുമ്പോൾ ചെറുതായിട്ടൊരു ഇളം ചൂടുള്ള വെള്ളം എടുക്കാൻ നോക്കുക കേട്ടോ, അതാണ് കൂടുതൽ നല്ലത്. പിന്നെ ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ, നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ 1-2 മിനിറ്റ് വരെ ഇതുപോലെ മിക്സ് ആക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മുടെ സ്പൂണൊക്കെ ഇതുപോലെ കവർ ചെയ്യുന്ന രീതിക്ക് വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, എങ്കിലേ നമ്മുടെ ഈ പഴംപൊരി നല്ല വീർത്ത് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ആ ഒരു സമയത്ത് ഇതിലേക്ക് പഴം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിവിടെ നേന്ത്രപ്പഴം അത് ചെറുതായതുകൊണ്ട് ഒരു 4 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നടുക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ പഴം ആയതുകൊണ്ടാണ് ഞാൻ നടുക്ക് 2 പീസാക്കി എടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം വലിയ പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് 3-4 പീസൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു പഴം കൊണ്ട് 2 പീസാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ അത് ഇത്ര നീളം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ, 2 പീസാക്കിയിട്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 മണിക്കൂറാണ് കേട്ടോ ഇത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബാറ്റർ. ഒന്നുകൂടി വെച്ചാൽ ഇതിലേറെ തിക്കാവും കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരമൊക്കെയാണ് പഴംപൊരി റെഡിയാക്കാൻ നോക്കുന്നതെങ്കിൽ രാവിലെ തന്നെ ഈ ഒരു ബാറ്റർ റെഡിയാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആക്കാനായിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ പീസ് പഴം എടുത്തിട്ട് ഈ ബാറ്ററിൽ നല്ലതുപോലെ തന്നെ കവർ ചെയ്തെടുക്കാം. എന്നിട്ട് അതെടുത്തിട്ട് നമുക്ക് നല്ല തിളച്ച ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടുന്ന സമയത്ത് ഓയിൽ നല്ലതുപോലെ ചൂടാവണം കേട്ടോ. പിന്നെ അതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക, എങ്കിലേ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ലതുപോലെ വെന്ത് വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പുറം വശം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ വീർത്ത് വരുന്ന ആ ഒരു സമയത്താണ് കേട്ടോ ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇതിൻ്റെ മുകൾ വശം കണ്ടില്ല, നല്ലതുപോലെ തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ 2 വശവും ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന രീതിക്ക് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ 2 വശവും തിരിച്ചിട്ട് മറിച്ചിട്ടൊക്കെ കൊടുത്ത് ഫ്രൈ ആക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഒന്നാമത്തെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളത് മുഴുവനായിട്ട് നമുക്ക് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ചൂടോട് കൂടിയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചൂടോട് കൂടെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, അവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ അതേപോലെ തന്നെ മക്കളുടെ കാര്യം പറയണ്ടല്ലോ, ഇതിൽ എള്ളുകൂടി ഇട്ടത് കൊണ്ട് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാവും. ആരും കൊതിയോടെ കഴിക്കുന്നൊരു പഴംപൊരിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.